നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. പ്രതിഭകളുടെ ഞെട്ടിക്കലൊന്നും അങ്ങനെ തീരില്ല, അവരുടെ മികവൊന്നും അങ്ങനെ പോവില്ല. വീണ്ടും അത് തെളിയുകയാണ്. സാക്ഷാൽ ഫിലിപ്പെ കുട്ടീഞ്ഞയും ആംഹേൽ ഡി മരിയയും അവരവരുടെ ടീമുകൾക്ക് വേണ്ടി നേടിയ 2 ഗോളുകളാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ഒന്ന് ബ്രസീലിയറോ സീരിയയിലാണ്. വാസ്കോ ഡി ഗാമയും സിയറയും തമ്മിൽ നടന്ന മത്സരം 2-2 സമനിലയിലാണ് പിരിഞ്ഞത്. പക്ഷേ കളിയുടെ 12ാമത്തെ മിനിറ്റിൽ ഒരു കിടിലൻ ഗോളങ്ങ് നേടി ഫിലിപ്പെ കുട്ടീഞ്ഞു. അല്ലെങ്കിലും മുമ്പ് ഫ്രീ കിക്കുകൾക്കും ലോങ് റേഞ്ചർ ഗോളുകൾക്കുമൊക്കെ ഏറെ പേരുകേട്ട കളിക്കാരനാണല്ലോ ഫിലിപ്പെ കുട്ടീഞ്ഞോ. ഈ കളിയുടെ 12ാമത്തെ മിനിറ്റിൽ വാസ്കോ ഡി ഗാമക്ക് അനുകൂലമായിട്ടൊരു ഫ്രീ കിക്ക് പെനാൽറ്റി ബോക്സിന് മുന്നിൽ നിന്ന് അദ്ദേഹം അതിമനോഹരമായിട്ട് വലയിലേക്ക് അടിച്ചു കയറ്റി മഴവിൽ കുട്ടീഞ്ഞോ. മഴവിൽ അഴകുള്ളൊരു ഗോള് നമുക്ക് സമ്മാനിച്ചു ഫിലിപ്പെ കുട്ടീഞ്ഞോ. യെസ്, കുട്ടീഞ്ഞോ വീണ്ടും തൻ്റെ മികവിലേക്ക് ചുവട് വെക്കുന്ന കാഴ്ചയാണിപ്പോൾ ബ്രസീലിയറോ സീരിയയിൽ നമ്മൾ കാണുന്നത്. കളി സമനിലയായി. അതുപോലെ തന്നെ മറ്റൊരു ലെജൻഡ്, യെസ്, റൊസാരിയോ സെൻട്രലിന് വേണ്ടി ബൂട്ട് കെട്ടിക്കൊണ്ടിരിക്കുന്ന അർജൻറ്റീൻ ഇതിഹാസം ആംഹേൽ ഡി മരിയ, അദ്ദേഹത്തിൻ്റെ വക ഒളിമ്പിക്കോ ഗോൾ. ആ ഒരു കോർണർ കിക്ക് എത്ര സുന്ദരമായിട്ടാണ് ബൊക്കാ ജൂനിയേഴ്സിൻ്റെ വലയിലേക്ക് അദ്ദേഹം അടിച്ചു കയറ്റിയത്. ഗോൾ കീപ്പർ ഇങ്ങനെ എത്തിത്തോടാൻ ഒരു ശ്രമം നടത്തി, പക്ഷേ എവിടെ അയാളുടെ കൈയെയും ആ ഉയർത്തിപ്പിടിച്ച കൈയിനെയും മറികടന്നുകൊണ്ട് മഴവില്ല് കണക്കെ തന്നെ അതും വളഞ്ഞിറങ്ങി ബൊക്കാ ജൂനിയേഴ്സിൻ്റെ വലയിലേക്ക് 1-1 സമനിലയാണ് ആ മത്സരവും. പക്ഷേ ഡി മരിയയുടെ ആ കിടിലൻ ഗോൾ എന്നും ഓർമ്മിക്കപ്പെടും. അപ്പോൾ ഒളിമ്പിക്കോ ഗോളുകൾ ഇതിനു മുമ്പും ഡി മരിയ അത് നേടിയിട്ടുണ്ട്. ഏതായാലും ഈ 2 ഗോളുകളും നിങ്ങൾക്ക് കാണണമെന്നില്ലേ? യെസ്, അത് കാണാൻ ഒരു വഴിയുണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ ചേർക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടിയേക്കാം, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയേക്കാം. വെറുതെ എന്തിനാ ചാനലിന് പണിയുണ്ടാക്കുന്നത് എന്നുള്ളതുകൊണ്ട് ആ 2 ഗോളുകളും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, പോയി കണ്ടു നോക്ക്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.